എന്തെങ്കിലും ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്നാൽ നേരെ വണ്ടി കയറി ആക്സിലേറ്ററിൽ ചവിട്ടി വിട്ടിട്ട് വാഹനത്തിനോട് ദേഷ്യം തീർക്കുന്ന പതിവ് ചിലപ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാവാം. എന്നാൽ നിങ്ങളുടെ ദേഷ്യം തീരാൻ അത് സഹായിക്കുമായിരിക്കും, പക്ഷെ വാഹനത്തിന് അത് വലിയ ദോഷമായിരിക്കും. ദേഷ്യത്തോടെ വാഹനം ഓടിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ചില നഷ്ടങ്ങളെ കുറിച്ച് കേരള മോട്ടോർ വാഹന വകുപ്പ് തങ്ങളുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇത്തരക്കാരുടെ വാഹനങ്ങൾക്ക് മൈലേജ് തീരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ടയറുകൾ തേഞ്ഞു പോവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ക്ലച്ച് ഡിസ്ക്, ബ്രേക്ക് പാഡ്, ബ്രേക്ക് ലൈനർ എന്നിവയ്ക്ക് നിർമ്മാതാക്കൾ പറയുന്ന ദൈർഘ്യം കിട്ടാതെയും വരും. സ്വന്തം വാഹനത്തിന്റെ ബമ്പറുകളും മറ്റുള്ളവരുടെ ബമ്പറുകളും മാറ്റി കൊടുക്കേണ്ടി വരും ഈ ദേഷ്യക്കാര്. ദേഷ്യം ഡ്രൈവിങ്ങിനെ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുക വഴി സുരക്ഷിതമില്ലാത്ത ഡ്രൈവിംഗ് ശീലങ്ങൾ, റോഡിൽ വെച്ചുള്ള വാക്കേറ്റങ്ങൾ, അപകടങ്ങൾ എന്നിവയിലേക്കും നയിക്കും. അതിനെല്ലാം പുറമെ ദേഷ്യത്തോട് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയെയും വിവേകത്തെയും ദോഷകരമായി ബാധിക്കും എന്നുള്ളതിനാൽ ഡ്രൈവറുടെ മാത്രമല്ല റോഡിലെ മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുകയും ചെയ്യും. ദേഷ്യക്കാരായ ഡ്രൈവർമാരുടെ അശ്രദ്ധയും ചടുലവുമായ നീക്കങ്ങൾ മറ്റു വാഹനങ്ങളെ മനഃപൂർവ്വം ഉരസൽ, അശ്രദ്ധമായി ലൈൻ മാറുക, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യൽ തുടങ്ങിയ അപകടകരമായ ഡ്രൈവിംഗ് രീതികൾ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ദേഷ്യം വരുമ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വ്യക്തമായി ചിന്തിക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും റോഡിലെ സാഹചര്യങ്ങളെ കുറിച്ച് പെട്ടെന്നും വിവേകമില്ലാതെ തീരുമാനമെടുത്ത് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിൽ നിറയുന്ന ദേഷ്യം മൂലം റോഡിലെ മറ്റ് അപകട സാധ്യതകളെ ശ്രദ്ധിക്കാൻ ഡ്രൈവർക്ക് കഴിയാതെ വരികയും ചെയ്യും. ദേഷ്യത്തിലുള്ളവർ പലപ്പോഴും വേഗത്തിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് അവർക്ക് മറ്റു വാഹനങ്ങളെ മറികടക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്ന് തോന്നിപ്പിക്കും. ഡ്രൈവിങ്ങിനിടെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ വാഹനം സുരക്ഷിതമായ ഒരിടത്ത് നിർത്തി ദീർഘശ്വാസം എടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്വയം നിയന്ത്രിക്കാനും പ്രതിരോധപരമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പിന്തുടരാനും പരിശീലിപ്പിക്കുക. സമയം ലാഭിക്കാൻ വേണ്ടി തിടുക്കം കൂടുന്നതിന് പകരം ശാന്തമായി വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദേഷ്യം മറ്റൊരാളെ അപകടത്തിലാക്കും എന്ന് മനസ്സിലാക്കുക. കടുത്ത ദേഷ്യമുള്ളപ്പോൾ ഡ്രൈവിംഗിൽ നിന്ന് പിന്തിരിയുക.